This is very dangerous. So once again, welcome back EduPod Chemistry class. മക്കളെ എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാരണം ഡേഞ്ചറസ് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം നമ്മൾ പരീക്ഷാ ഹാളിൽ എപ്പോഴും മാറിപ്പോകാൻ സാധ്യതയുള്ളതും അതേപോലെ തന്നെ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് ഇന്ന കൂട്ടുകാരനെ അയച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ ഇന്ന കൂട്ടുകാരികൾക്ക് അയച്ചാൽ കൊള്ളാം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒട്ടും പഠിക്കണ്ട, ഒട്ടും താമസിക്കേണ്ട, അപ്പം തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പം നേരെ കാര്യത്തിലേക്ക് വരാം. ഏതാണ് ആ ടോപ്പിക് എന്നുള്ളതാണ്. ഒട്ടും സംശയം വേണ്ട, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഒരു സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സബ്ലിമേഷൻ അതേപോലെ തന്നെ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ടേംസുകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇന്ന് നമ്മൾ ഈ വീഡിയോസിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് മക്കളെ ഒരു സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ എന്താക്കുന്നു, വേപ്പർ ആക്കി മാറ്റുന്നു. So solid is turns into എങ്ങോട്ട് മക്കളെ, വേപ്പറിലേക്ക് മാറ്റുക. ഓക്കെ, അപ്പൊ സോളിഡ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ വേപ്പറിലേക്ക് മാറ്റുന്നതിനെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഏറ്റവും കൂടുതൽ നമ്മളോട് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് സബ്ലിമേഷന്റെ എക്സാമ്പിൾ ഏതാണെന്നുള്ളത്. ക്യാംഫർ ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. നമ്മൾ കർപ്പൂരം എന്ന് പറയുന്ന സാധനം അല്ലെ. അപ്പൊ കർപ്പൂരം നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ, കർപ്പൂരം കണ്ടു കഴിഞ്ഞാൽ അത് സോളിഡ് ആണ്. അത് കത്തിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതെന്തായിട്ട് മാറുന്നു, അത് വേപ്പർ ആയിട്ട് മാറുന്നു. അപ്പൊ ദിസ് ഈസ് നോൺ ആസ് സബ്ലിമേഷൻ. ഒരു കാരണവശാലും മാറിപ്പോരുത്. അത് ഓർത്തു വെക്കാനുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്, സബ്ലിമേഷന്റെ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് എസ് ആണ് അല്ലെ. എസ് ഫോർ സോളിഡ്. അപ്പൊ സോളിഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വേപ്പറിലേക്ക് മാറ്റുക. മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഏത് വരുന്നത്, ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം വരുന്നത്. അപ്പൊ എന്താണ്, ഒരു വേപ്പർ ആയിട്ടുള്ള ഒരു സാധനത്തിനെ, ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, സോളിഡ് ആയിട്ട് മാറ്റുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡെപ്പോസിഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഇത് ഒരു കാരണവശാലും മാറിപ്പോയത് സോളിഡ്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സോളിഡ് അല്ലെങ്കിൽ സബ്ലിമേഷൻ ആൻഡ് ഡെപ്പോസിഷൻ, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡെപ്പോസിഷൻ ആൻഡ് സബ്ലിമേഷൻ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളോട് തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇനി ഒരു കാരണവശാലും ഈ വീഡിയോ കണ്ടു തീർത്ത ഒരു കുട്ടിക്ക് ഒരു കാരണവശാലും ഇത് കൺഫ്യൂഷൻ ആവില്ല. കാരണം നമ്മൾ അതിന്റെ ട്രിക്ക് പഠിച്ചിട്ടുണ്ട്. സോ സബ്ലിമേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ എസ് നമ്മൾ എടുക്കുക, ദാറ്റ് ഈസ് സോളിഡ് ടു വേപ്പേഴ്സ്. അപ്പൊ നമുക്ക് കിട്ടി സബ്ലിമേഷൻ ആണ്. ഓക്കെ, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അതെന്ത് വർത്താനം സാറേ, എടാ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഡെപ്പോസിഷൻ ആലോചിച്ചാൽ മതി. അതായത് സബ്ലിമേഷൻ മാത്രം പഠിക്കുക, സബ്ലിമേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡെപ്പോസിഷൻ എന്ന് നമ്മൾ കൃത്യമായിട്ടൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇതേപോലുള്ള അടിപൊളി ട്രിക്കുകളൊക്കെ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിയാമോ, നമ്മുടെ ക്ലാസ് 9 CBSE സൂപ്പർ ബാച്ചിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു മാന്ത്രിക വിദ്യ ഈ ഒരു ബാച്ചിലുണ്ട്. അപ്പൊ വേറെ എന്തൊക്കെ സാറേ ഇതിന്റെ അകത്തുകൂടി കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം കേരളത്തിലെ മികച്ച ഫാക്കൽറ്റീസ് ആണ് നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്. അവരെടുക്കുന്ന റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകളുണ്ട്. അതേപോലെ തന്നെ PYQ സെഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട്, മെന്റർ സപ്പോർട്ട് ഉണ്ട്. അതേപോലെ തന്നെ ഈ എല്ലാ പാക്കേജുകളും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെ ചെറിയ ഒരു പൈസയ്ക്കാണ്. അതുകൊണ്ട് വേഗം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്നുകിൽ ഈ നമ്പറിൽ ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, 9207998855 എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ മതി. ഇനി അതല്ല നമ്പറിലൊക്കെ വിളിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ താഴെ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, സാറേ ഈ ക്ലാസ് 9 CBSE ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ, അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട സ്ലൈഡുകൾ, ഇതൊക്കെ എവിടെ കിട്ടുകയാണ്? അതിനും ഉത്തരവുണ്ട്. അതാണ് നമ്മളെ കമ്മ്യൂണിറ്റി ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റി ഓപ്പൺ ആണ്. ഇതിന് പ്രത്യേക പൈസ ഒന്നും വേണ്ട. കമ്മ്യൂണിറ്റി ചാനലിലേക്ക് എന്താണ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ രണ്ട് ലിങ്കും ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിലേക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ താമസിക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്, ക്ലാസ് 9 എന്ന് പറയുന്നത്. ക്ലാസ് 9 എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഏറ്റവും കൂടുതൽ ടോപ്പിക്സുകൾ പഠിക്കാനുള്ള ഒരു ക്ലാസ് ആണ് 9. മാത്രമല്ല 9 അത്രയും പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ 10th നമുക്കറിയാം പബ്ലിക് എക്സാം വരുന്ന 10th വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനും പറ്റും. അപ്പൊ ക്ലാസ് 9 എന്ന് പറയുന്നത് കളിച്ച് ചിരിച്ച് കളിക്കാനുള്ള സമയമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി നമുക്ക് പഠിച്ചെടുക്കാം. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഇതിനു വേണ്ടി കറക്റ്റ് ആയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് 10 വളരെ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ മറക്കരുത്, നമ്മുടെ സൂപ്പർ ബാച്ചിലേക്കുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും കാണാം മക്കളെ, ഗുഡ് ബൈ.